ഗുഡ് ഈവനിംഗ് കുട്ടി. എന്താ വീട്ട് എന്ന് ലേറ്റായി? ഉച്ചയ്ക്ക് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കായിരുന്നത്? ഉച്ചയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നു? എന്ത് ചോദിച്ചാലും ഞാൻ ചായ എടുത്തോണ്ട് വരാം. വേണ്ട. എന്താ? എനിക്കറിയാം ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ. പിന്നെ കുടിക്കുന്ന ദിവസമാ രവിട്ടൻ ഹോൾസും ചോദിച്ചോണ്ട് വരുന്നത്. നമ്മുടെ അഡ്വക്കേറ്റ് മോഹന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോ സ്മാൾ അടിക്കണമെന്ന് അവനൊരു വാശി. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ സമ്മതിക്കുന്നു. അതെ അതെ, കുടിക്കാൻ ഓരോരോ കാരണങ്ങൾ. എന്തിനാ രവിട്ടൻ ഇങ്ങനെ തുടങ്ങുന്നത്? അത് കൊള്ളാം. അല്ല, നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് 2-2.5 വർഷമായില്ലേ? എന്നിട്ട് നിന്റെ എന്തിട്ടാ കുട്ടിയെ എന്നുള്ള ഈ വള്ളുവിനാടൻ ഭാഷ മാറ്റാറായില്ലേ? വേണ്ട വേണ്ട, മറിക്കാനൊന്നും നോക്കണ്ട. ചൂടാകാതെ മാഡം, നമുക്ക് വഴിയുണ്ടാക്കാം. എന്താണ് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഗർഭത്തിന്റെ ലക്ഷണമാണ്. അല്പ പ്രശ്നമുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കും. ഇവരെല്ലാം വേഗം വാർഡിലേക്ക് കൊണ്ടു പോണോ? പറഞ്ഞു പോലുമില്ല, എന്താണെന്നൊന്ന് പറഞ്ഞും കൂടെ ഇല്ല. എന്നാലും അവൾ ഒപ്പിച്ചോണ്ട് ആളോടി വന്നത് ഭയങ്കര. പിന്നെ പഴയ പോലെ ഓടിച്ചാടി നടന്ന ശരീരം ഒന്നും അളക്കരുത്. എന്താണ് ഡോക്ടർ സാറേ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അധികം യാത്രയൊന്നും ചെയ്യണ്ട. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് തരാം. അപ്പോഴേ എന്താ ഡോക്ടർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു? ചുമ്മാ ഇരിക്കും വിട്ട. ഇതാ ടാബ്ലറ്റ്. മേനോൻ ചേട്ടനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാ നടക്കും തോന്നുന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞാ എവിടെയും കറങ്ങാതെ നേരെ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ കരുതി മേനോൻ ചേട്ടന്റെ പേര് വീരരാഘവ മേനോൻ എന്നാണെങ്കിലും വീട്ടിൽ വന്ന ശാന്തരാഘവ മേനോനായിട്ട് മാറും. അത് രവി എന്നെ ഒന്ന് വാരിയതാണല്ലോ. ആ, സൂപ്രണ്ട് സാർ വന്നു തോന്നുന്നു. അല്ല ഇതാരെ, നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. മേനോൻ ചേട്ടനെ കണ്ടു പോകാന്ന് കരുതി. ഇവർ കാത്തു കൊടുത്തു ശാന്തം? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പോട്ടെ എടുത്തി, പറഞ്ഞതൊക്കെ മറക്കരുത്. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ഓക്കെ, വരട്ടെ. നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അതെങ്ങനെ വാങ്ങിക്കാനാ? കാലത്ത് ചെന്നപ്പോ മുതലേ ഏടാകുടങ്ങളാ. അവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്. അവരെ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കാമായിരുന്നില്ലേ? അവന്മാരെ അയച്ചാ ഒത്തിരി മുതലാവും. കൊടുത്തയക്കുന്നതിന്റെ പകുതി അവന്മാര് കത്തും. അതിലും ഭേദം അവിടെ കിടക്കുന്ന ഏതെങ്കിലും കള്ളന്മാരെ അയക്കുന്ന. അവന്മാരാകുമ്പം ഈ പോലീസുകാരെ പോലെ നക്കാപ്പിച്ച കാശ് മോഷ്ടിക്കല. അതെങ്ങനെയാ? നിങ്ങളൊക്കെ അല്ലേ മാർഗദർശികൾ. പോകാൻ രവിട്ട, സമയം ഒരുപാടായി. ശാന്തടുത്ത് കാണണ്ട. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബീച്ചിലിങ്ങനെ കറങ്ങിയെടുത്ത് നടന്നാലേ എന്നെ വഴക്കു പറയാ. ശാന്തടുത്ത് ചോദിച്ചാ രവിയിട്ട് നിർബന്ധിച്ചിട്ടാണെന്നേ ഞാൻ പറയൂ. അതിനിപ്പോഴേ റെസ്റ്റ് എടുക്കണം. മാസത്ര കിടക്കുന്നു. ഈ രവിയേട്ടന് ഒന്നും അറിഞ്ഞൂടാഞ്ഞിട്ടാ. ഞാൻ പ്രസവിച്ചിട്ടില്ല. ആ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. മുത്തശ്ശിയുടെ കത്തുണ്ടായിരുന്നു. എന്താ നാട്ടിലെ വിശേഷം? എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മാസക്കണക്ക് നോക്കിയിരിക്കത്രേ. നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയാ ഇവിടെ ഞാൻ ഒറ്റക്കാവില്ലേ? നിനക്ക് പോണമെന്നുണ്ട്. രവിയേട്ടനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരൂ. പിന്നെ ആദ്യത്തെ പ്രസവം പെണ്ണു വീട്ടുകാരുടെ അവകാശമോ? എന്ത് അവകാശമായാലും കൊള്ളാം.
ഇവിടെ ആവുമ്പോ എഫിഷ്യന്റ് ആയ ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. ആദ്യത്തെ മണിക്കൂട്ടന്റെ പ്രസവം ഇവിടെ, സെക്കൻഡ് മണിക്കുട്ടിയുടെ പ്രസവം അവിടെ. എല്ലാം രവിയേട്ടന്റെ ഇഷ്ടം. ആ പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഉള്ളനൂലും മറ്റും വാങ്ങാനുണ്ട്. വെറുതെ ഇരിക്കുമ്പോ കുട്ടിയുടുപ്പ് തിന്നാനാ. മണിക്കുട്ടനോ അതോ മണിക്കുട്ടിക്കോ? കുട്ടിയുടുപ്പ് മണിക്കുട്ടനും മണിക്കുട്ടിക്കും ഇടാം. രണ്ടെണ്ണം. അതെങ്ങനെ പറയാനാ, നമ്മുടെ റേഷനല്ലേ തിന്നുന്ന. ഒരു പുതിയ സാധനം വരുന്നുണ്ട്. എന്താ പേര്? രജനി. എന്ത് തെറ്റ് ചെയ്തിട്ടാ രജനി ഇവിടെ? എന്താ ഇവിടെ പോയി ജോലി? ശ്രീദേവിക്ക് ഇവിടുന്ന് പുറത്തു പോയാ പുതിയൊരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക്, രജനിക്ക് എത്ര വർഷത്തെ ശിക്ഷ? ഒരു നിമിഷത്തെ ശിക്ഷ. മനസ്സിലായില്ലല്ലേ? ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ. തൂക്കുമരവും കാത്തുകിടക്കുന്ന കൊലയാളിയാണ് ഞാനിന്ന്. ഇരട്ട കൊലപാതകം. തൂക്കി കൊല്ലുന്നതിനുള്ള വിശ്രമ സമയമാണ് എനിക്കിപ്പോ. ഒരു കണക്കിന് ജീവപര്യന്തത്തേക്കാൾ സുഖമുള്ള ശിക്ഷയാണ് വധശിക്ഷ. വർഷങ്ങളുള്ള ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് ആത്മപീഡനം അനുഭവിക്കേണ്ടത്. ഇനി 5 മാസം 5 ദിവസം. സെപ്റ്റംബർ 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രജനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ എന്റെ ഭർത്താവിനെയും രണ്ടാനമ്മയെയും വെട്ടിക്കൊന്നു. ശ്രീദേവിക്കറിയാമോ, ഞങ്ങളുടേതൊരു പ്രേമവിവാഹമായിരുന്നു. നീണ്ട 5 വർഷത്തെ ദൈവികമായ പ്രേമത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായത്. മകളുടെ ഭർത്താവിന് സ്വന്തം മകനായി ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയെയും കരുതണമെന്നല്ലേ നമ്മുടെ ആചാരം. പക്ഷെ എന്റെ ഭർത്താവിനും രണ്ടാനമ്മയ്ക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോ ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ ഒന്നും ഓർത്തില്ല. കയ്യിൽ കിട്ടിയ കൊടുവാളെടുത്ത് വെട്ടി രണ്ടിനെയും കൊന്നു.